ഞാനിപ്പോൾ പറയുന്ന കാര്യം ഒന്നെങ്കിൽ ആ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം ആ കുടുംബത്തെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അതല്ല എങ്കിൽ ഈ കേസ് നടത്തുന്ന ആളുകളിലേക്ക്, നാട്ടുകാരിലേക്ക് ഇത് നിർബന്ധമായിട്ടും എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു അപേക്ഷയായിട്ട് പറയാം. ചിലപ്പോൾ ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതല്ല എങ്കിൽ അങ്ങനെ ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. തങ്ങൾക്ക് 13, 14, 15, 16 വയസ്സല്ലേ എങ്കിൽ ആരെങ്കിലും കൊന്നേക്കാം എന്നുള്ള ഒരു ചിന്ത ഷഹബാസിന്റെ ഈ കേസുമായി പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ കാണുമ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം. അതല്ല എങ്കിൽ കുട്ടികളെ വെച്ചിട്ട് ഒരു ക്രൈം നടത്തിയാലോ എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുള്ള ടീംസും ഉണ്ടാകാം. അവരോടാണ് പറയുന്നത്, ഒരു 8ന്റെ പണി വരാൻ പോവുകയാണ് എന്നുള്ളത്. ഇത് നമുക്കറിയാത്തത് കൊണ്ടോ നമ്മുടെ ഇവിടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗിക്കാത്തതിൻ്റെ പേരിലാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ വേണ്ടത്ര പബ്ലിസിറ്റി ഈ ഒരു കാര്യത്തിന് കിട്ടിയിട്ടില്ല. ഷഹബാസിനെ കൊന്നില്ലാതാക്കിയ ആ 5 പേർക്കും കിടിലൻ പണി കൊടുക്കാനുള്ള സാധ്യതകൾ ജുവൈനൽ ജസ്റ്റിസ് ആക്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അത് പറയുമ്പോൾ ഇന്നലെ രാത്രി ഞാനും സായിദൊക്കെ ഡിസ്കഷൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തെങ്കിലും ഒരു പണി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇത്രയും കൂളായിട്ട് അവർ ഇറങ്ങി വരില്ലേ? നിയമപരമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ നിയമപരമായിട്ട് തന്നെ കൊടുത്തൂടെ എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോഴാണ് രാവിലെ നമ്മുടെ SP ബൈജു, കെ ബൈജുവിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി സാധിച്ചത്. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരാം. ഇതിലൊരു ആസൂത്രണം നടന്നിട്ടുണ്ടോ, അതോ യാദൃശ്ചികമായി നടന്ന സംഘർഷത്തിനിടയായ ഒരു കൊലപാതകമാണോ? അതല്ല, ഈ പുറത്തുനിന്ന വാർത്തകൾ തന്നെ അവരുടെ ആസൂത്രണവും അതേപോലെ ഗ്രൂപ്പിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും അതൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അത് ആസൂത്രണം തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികളാണ് ആ ഒരു തരത്തിലേക്ക് അല്ല ചിന്തകൾ പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നീടും വന്നല്ലോ റിപ്പോർട്ട്, നിങ്ങൾ തീരുമാനിച്ച കാര്യം ചെയ്തു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വന്നു. അതൊക്കെ കുട്ടികളുടെ മനോനില ശരിക്കും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിലൊക്കെ ഈ സിനിമ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ മാനസികമായിട്ട് ഇവർ സ്വാധീനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എങ്കിലും പേരൻറ്റിങ് തന്നെയാണ് പ്രശ്നം. അപ്പോൾ കുട്ടികൾ ഈ സമയത്ത് വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ആളുകൾ ഈ സമയത്ത് പുറത്തു പോകും. ക്ലിയർ ആണ്. SP ബൈജു പറയുന്നുണ്ട്, കുട്ടികളുടെ ചിന്താഗതിയിലേക്കല്ല അവരുടെ പ്രവർത്തനങ്ങൾ പോയത്. കുട്ടികൾക്ക് സംഭവിക്കുന്നത് അബദ്ധങ്ങളാണ്. സോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അബദ്ധങ്ങളല്ല. ഇതിനു മുൻപും ക്രൈമിന് മുൻപും പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്രൈം കഴിഞ്ഞിട്ടും ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ സംഭവിച്ചു എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ആ കുട്ടികൾ സമ്മതിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇയാൾ പറയുന്നത്. പോയിന്റിലേക്ക് ഞാൻ വരാം. ഒന്ന് വിശദമായിട്ട് അദ്ദേഹം പറയുന്നൊന്ന് കേട്ടോ. അതൊക്കെ കുട്ടികളുടെ മനോനില ശരിക്കും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിലൊക്കെ ഈ സിനിമ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ മാനസികമായിട്ട് ഇവർ സ്വാധീനിക്കുന്നുണ്ടോ? റിപ്പോർട്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം അദ്ദേഹം ക്ലിയർ ആയിട്ട് ആ പോയിന്റിലേക്ക് വരുന്നുണ്ടായിരുന്നു. വെറുതെ കയറി റിപ്പോർട്ടർ ഇടപെട്ടു. ഒന്നുകൂടി ആ റിപ്പോർട്ടർ ചോദിക്കണമായിരുന്നു, ഈ മനോനില മാറുമ്പോൾ അത് അഡൽട്ട് കാറ്റഗറിയിലേക്ക് ആ മനോനിലയെ കൊണ്ടുപോകാൻ പറ്റില്ലേ എന്ന് ഈ ഏഷ്യനെറ്റിന്റെ റിപ്പോർട്ടർ അങ്ങോട്ട് ചോദിക്കണമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. സാരില്ല, പോട്ടെ. എന്തായാലും ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു വാർത്ത ഇവിടെ പ്ലേ ചെയ്തു തരാം. ആ വാർത്ത എന്ന് പറയുന്നത് 2017 ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വെച്ച് നടന്ന റയാൻ സ്കൂളിൽ വെച്ച് നടന്ന ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടാണ്. ഈ ക്രൈം എന്ന് പറയുന്നത് 2ാം ക്ലാസ്സുകാരനെ +1 പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് കൊല്ലുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗീയമായിട്ട് കൊല്ലുന്നു. തലയറുത്താണ് കൊല്ലുന്നത്. അപ്പോൾ തലയറുത്ത് കൊന്നത് പ്രായപൂർത്തിയാവാത്ത ഒരു വിദ്യാർത്ഥിയാണ്. സോ കുട്ടി എന്നുള്ള ലേബിളിൽ ആ വിദ്യാർത്ഥി രക്ഷപ്പെടേണ്ടതല്ലേ? എങ്കിൽ ഞാൻ ആ വാർത്ത ഇവിടെ പ്ലേ ചെയ്യാം, ബാക്കിയുള്ളത് പറയാം. കൊല്ലപ്പെട്ട പ്രദ്യുമന്റെ പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ്. ഹർജിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായ വിദ്യാർത്ഥിയുടെ സാമൂഹികവും മാനസികവുമായ നില കോടതി പരിശോധിച്ചിരുന്നു. തുടർന്നാണ് 16 വയസ്സുകാരനായ പ്രതിയെ മുതിർന്ന പൗരനായി പരിഗണിച്ച് വിചാരണ ചെയ്യാൻ ജുവനൈൽ ജസ്റ്റിസ് കോടതി ഉത്തരവിട്ടത്. 2015 ഭേദഗതി ചെയ്ത ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി. പ്രതിയായ വിദ്യാർത്ഥിയെ വെള്ളിയാഴ്ച ഗുഡ്ഗാവ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രദ്യുമന്റെ പിതാവ് വരുൺ താക്കൂർ പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു റയാൻ സ്കൂളിലെ ശുചിമുറിയിൽ 2ാം ക്ലാസ്സുകാരനായിരുന്ന പ്രദ്യുമനെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തിയത്. തുടക്കത്തിൽ കേസ് അന്വേഷിച്ച ഹരിയാന പോലീസ് സ്കൂൾ ബസ്സിലെ കണ്ടക്ടറെ അറസ്റ്റ് ചെയ്തു. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ കേസ് ഹരിയാന സർക്കാർ CBIക്ക് കൈമാറി. തുടർന്ന് CBI നടത്തിയ അന്വേഷണത്തിലാണ് റയാൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ 11ാം ക്ലാസ്സുകാരനെ അറസ്റ്റ് ചെയ്തത്. പരീക്ഷ മാറ്റിവെക്കാനാണ് +1 വിദ്യാർത്ഥി പ്രദ്യുമനെ കൊലപ്പെടുത്തിയതെന്നാണ് CBI കണ്ടെത്തിയത്. മാതൃഭൂമി. ഈ
കേസ് വളരെ ക്ലിയറാണ്. നമുക്ക് ഈ കേസിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ജെ ബോർഡിൻ്റെ ആളുകൾ ഈ കേസിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കണം. കാരണം പുതുക്കിയ 2015 ജെ ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പ്രായപൂർത്തിയാകാത്ത 16 വയസ്സോ 18 വയസ്സിന് കീഴിലുള്ള കുട്ടികൾ, 18 വയസ്സ് തികയാത്ത ഒരു കുട്ടി ഒരു ക്രൈം നടത്തിക്കഴിഞ്ഞാൽ ആ ക്രൈമിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച്, ആ ക്രൈമിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട് അതൊരു കൊലപാതകമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റേപ്പ് ചെയ്തിട്ട് നടത്തിയ ഒരു കൊലപാതകമാണ് എങ്കിൽ ആ പറയുന്ന പരിഗണനയിൽ, കുട്ടി എന്നുള്ള പരിഗണനയിൽ അവരെ വിചാരണ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ലോ ജെ ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് പ്രായോഗികമായിട്ട് ഉപയോഗിച്ച ഒരു കേസാണ് റയാൻ കേസ്. പിന്നീട് അത് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കേസിൽ അവരെ വിചാരണ ചെയ്യേണ്ടത് റയാൻ സ്കൂളിൽ വെച്ച് നടന്ന ആ കുട്ടിയുടെ, ആ രണ്ടാം ക്ലാസ്സുകാരനായ ആ കുട്ടിയുടെ കേസിൽ അവിടെയുള്ള പ്രായപൂർത്തിയാകാത്ത അൺനെയിംഡ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ കുട്ടി, അതായത് കൊല ചെയ്ത കുട്ടി, ആ കുട്ടിയെ ചെയ്ത അതേ രീതിയിൽ ഈ 5 പേരെയും ഇവിടെയുള്ള നിയമവ്യവസ്ഥകൾ വിചാരണ ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജെ ബോർഡ് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ആ തീരുമാനം പ്രഖ്യാപിക്കുക. കാരണം ഈ ജനരോഷം കണ്ടിട്ടും ജെ ബോർഡിന് ഇങ്ങനെ ഒരു തീരുമാനം റഫർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതുക്കിയ 2015 നിയമത്തെ നോക്കിയിട്ട് അവര് തന്നെ ചിരിച്ചു തള്ളുകയാണ് എന്ന് കരുതേണ്ടി വരും. ജെ ബോർഡ് കൃത്യമായിട്ട് ആ വിഷയത്തിൽ ചിൽഡ്രൻസ് കോർട്ടിന് റിപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആ സ്പെഷ്യൽ കോർട്ടിന് റിപ്പോർട്ട് കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ട റിപ്പോർട്ട്? ഈ പറയുന്ന കുട്ടികൾ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനയുടെ പരിധിയിൽ നിന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത, സാധാരണ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് പോലെയുള്ള ഒരു അബദ്ധമല്ല ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ള റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി പുതുക്കിയ 2015 ജെ ആക്ട് പ്രകാരം ഇവരെ അഡൽട്ട് കാറ്റഗറിയിൽ പെടുത്തിയിട്ട് വിചാരണ ചെയ്യണമെന്ന് പറയുന്ന റിപ്പോർട്ട് ചിൽഡ്രൻസ് കോർട്ടിൽ കൊടുക്കുകയും ആ റിപ്പോർട്ട് കോർട്ട് പരിശോധിക്കട്ടെ. അത് ഇമ്മീഡിയറ്റ്ലി, ആസ് സൂൺ ആസ് പോസിബിൾ, എത്ര പെട്ടെന്ന് സാധിക്കുന്നുവോ അത് കൊടുക്കണം. അത് കൊടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നടത്തുന്നില്ല എങ്കിൽ ഇത് ജനങ്ങൾ അറിയണം. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഇത് നടപ്പിലാക്കിയാലും അഡൽട്ടിന്റെ കാറ്റഗറിയിലേക്ക് ഈ പറയുന്ന കുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാലും പരിപൂർണമായിട്ടും ഒരു 18 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പോലെയുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഡെത്ത് എന്തായാലും കൊടുക്കാൻ പറ്റില്ല, കൊലപാതകത്തിന് വധശിക്ഷ കൊടുക്കുന്നത് പോലെയുള്ള പനിഷ്മെന്റൽ ഒഫൻസ് കൊടുക്കാൻ പറ്റില്ല. ഇനി ലൈഫ് കൊടുക്കാനും പറ്റില്ല. ലൈഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ വർഷം പറഞ്ഞ് കൊടുക്കണം എന്നുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ, അതുകൊണ്ടാണ് പറയുന്നത്, കുട്ടികളാണ് എന്ന് പറഞ്ഞ് തെറ്റു ചെയ്യാൻ മുതിരുന്ന ആളുകൾക്ക് ഇവിടുത്തെ സിസ്റ്റം മറുപടി കൊടുക്കേണ്ടത് ഹരിയാനയിലെ റയാൻ കേസ് റെഫർ ചെയ്തുകൊണ്ടായിരിക്കണം. ഇനി നാളുകളിൽ അവര് റയാൻ കേസിൽ സുപ്രീം കോർട്ടിൽ പോയതുപോലെ, ഇന്ത്യൻ ബെയിൽ ആ കുട്ടിക്ക് കിട്ടിയതുപോലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിച്ചോട്ടെ. പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ ഒരു പോലീസിന്, ഇവിടെയുള്ള സിസ്റ്റത്തിന്, പൊതുജനത്തിന്റെ വികാരത്തിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും നല്ലൊരു മൂവ്മെന്റ് നടത്താൻ പറ്റുന്ന ക്ലിയർ പോയിന്റ് ജെ ആക്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് പോലീസ് തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യണം. കുട്ടികളാണ് എന്നതിന്റെ പേരിൽ അവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത്. ശിക്ഷിച്ചാൽ തന്നെ 21 വയസ്സ് വരെ ഈ നിരീക്ഷണ കേന്ദ്രത്തിലായിരിക്കും ആ കുട്ടികൾ ഉണ്ടാകുന്ന. 3 മാസത്തെ പീരീഡിനകത്ത് വിചാരണ നിർത്തണം. ഈ 3 മാസത്തിനകത്ത് ഈ കേസിലെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ശിക്ഷ വിധിക്കണം. ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ 21 വയസ്സ് വരെ കുട്ടികളെ ഈ ചിൽഡ്രൻസിന്റെ സ്പെഷ്യൽ ഹോമിൽ നിർത്തണം. അത് കഴിഞ്ഞിട്ട് ആ 21 വയസ്സിലും കുട്ടികൾക്ക് ആ ഒരു മനോനില മാറിയില്ല എങ്കിൽ മറ്റുള്ള തടവുകാർക്ക് കിട്ടുന്നത് പോലെയുള്ള അവസ്ഥ ഇവർക്കും കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ്, ക്ലിയർ ആയിട്ടുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഷഹബാസ് കേസ്. ആ ഉപ്പയോട്, ആ കുടുംബത്തോട്, അവന് വേണ്ടിയിട്ട് പൊട്ടിക്കരഞ്ഞ അവന്റെ സുഹൃത്തുക്കളോട്, അവന് വേണ്ടിയിട്ട് മനം നൊന്ത്
തെരുവിലിറങ്ങിയ ശബ്ദിക്കാൻ മുന്നോട്ട് വന്ന സാധാരണക്കാരായ മനുഷ്യർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക്, അവന് വേണ്ടിയിട്ട് പേനകൾ ചെലുത്തിയിട്ടുള്ള എഴുത്തുകാർക്ക് നീതിയുടെ ഒരംശം സമ്മാനിക്കേണ്ടത് ഇത്തരം നടപടികളിലൂടെയാണ് എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ്. ചെയ്യുക, ഇങ്ങനെ ഒരു നീക്കം നടത്തുക, ഉപകാരപ്പെടും. ഇതെല്ലാവരിലേക്കും എത്തിക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.